ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം. ശ്ലോകം 3. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. സമൃത്യുകാലേ യമരാജ കിംകരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൽഭിയാം പുരാമനക്തു സ്മൃതിവാസനാബലാദ് ജുഹാവ നാരായണ നാമകം സുതം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സ്വതവേ വളരെ ശാന്ത സ്വഭാവമുള്ളവനായിരുന്നു എങ്കിലും മായയ്ക്കധീനനായിട്ട്, മായാവശനായിട്ട് ഈ ബ്രാഹ്മണൻ ഒരു വേശ്യാസ്ത്രീയെ കണ്ടിട്ട് അവളിലേക്ക് ആകൃഷ്ടനായി തീർന്നു. എല്ലാ ധർമ്മങ്ങളും വെടിഞ്ഞ് അവളോടുകൂടി വളരെ ഉല്ലസിച്ച് ജീവിച്ചു. കുട്ടികളുണ്ടായി. പിന്നീട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അധർമ്മങ്ങൾ ചെയ്യാനും തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തി. അപ്പോൾ ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള ഭഗവാന്റെ പേരിട്ടിട്ടുള്ള ആ നാരായണൻ, ആ പുത്രനോട് മറ്റുള്ള പുത്രരെ അപേക്ഷിച്ച് അവരോടുള്ളതിൽ കൂടുതൽ ഒരു വാത്സല്യവും സ്നേഹവും എല്ലാം ഉണ്ടായി. അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീർന്നു. സ മൃത്യുകാലേ, സ അതായത് ഈ ബ്രാഹ്മണൻ അജാമിളൻ, ആ അജാമിളൻ മൃത്യുകാലേ, ഇവിടെ മരിക്കാറായപ്പോൾ, അതായത് മരണത്തോടടുത്ത ആ സമയത്ത്, 88 വയസ്സ് പ്രായമാണ് പറയുന്നത്, ആ സമയത്ത് ഭയങ്കരാകൃതി ഉള്ള, ഭയങ്കരാൻ, മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരരൂപികളായിട്ടുള്ള ത്രീൻ, 3 യമരാജ കിങ്കരാൻ, യമരാജന്റെ കാലന്റെ കിങ്കരാൻ ദൂതന്മാരെ, ആ ദൂതന്മാരെ കണ്ട് അഭിലക്ഷയൻ, അവരെ കണ്ട് മുന്നിലേക്ക് അവര് വന്നു. 3 യമരാജാവിന്റെ കിങ്കരന്മാര്, അവരെ കണ്ടാൽ തന്നെ വളരെയധികം ഭയം തോന്നും. ആ തരത്തിലുള്ള 3 ദൂതന്മാര് മുമ്പിലേക്ക് വന്നു അജാമിളനെ കാലപുരിയിലേക്ക്, യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവരെ കണ്ട് ഭിയാ, പേടിച്ച്, പുരാ പണ്ട്, മനാഗ് കുറച്ച്, ത്വത് ഭഗവാന്റെ നിന്തിരിവടിയുടെ, സ്മൃതി സ്മരണ ഓർമ്മ, വാസനാബലാത് ആ പണ്ട് കുറച്ച് ഭഗവത് സ്മരണം ഉണ്ടായിരുന്നത് കൊണ്ടുണ്ടായ ആ വാസനാബലത്താൽ, ഈ അജാമിളൻ ഭഗവത് ഭക്തനായിരുന്നു. യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നു പെട്ടത്. അതുവരെ എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ധർമ്മത്തിൽ മാത്രം ചരിച്ചുകൊണ്ടിരുന്ന, നടന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. ധർമ്മത്തിന്റെ വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ആളായിരുന്നു. നല്ല ഭഗവത് സ്മരണ എപ്പോഴും ഉള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു വാസനാബലം കൊണ്ട്, ആ മുമ്പുണ്ടായിരുന്ന ആ ഭഗവത് സ്മരണയുടെ ആ ഒരു ശക്തി കൊണ്ട്, നാരായണ നാമകം സുതം, നാരായണൻ എന്ന് പേരുള്ള സുതം മകനെ ജുഹാവ, പേരെടുത്ത് വിളിച്ചു. ഇവിടെ അജാമിളന്റെ മുൻപില് 3 യമദൂതന്മാർ വന്ന് അജാമിളനെ യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അവരെ കണ്ടപ്പോഴേക്കും അജാമിളൻ വല്ലാതെ പേടിച്ചു. പേടിച്ചിട്ട് തൻ്റെ ഏറ്റവും ഇളയ പുത്രനെ,
അവന് ഭഗവാന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്, നാരായണ എന്ന്. നാരായണൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പേടിച്ച് വിളിച്ചതാണ് നാരായണ എന്ന് ഉറക്കെ ആ ഇളയ പുത്രനെ അജാമിളൻ വിളിച്ചു. ആ നകാരം വളരെ ദീർഘിപ്പിച്ചാണ് വിളിച്ചത് എന്നാണ് പറയുന്നത്. നാരായണ എന്ന് നീട്ടി വിളിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.